കടക്കാം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രക്ഷപ്പെട്ട കൊലക്കേസ് പ്രതിയായ അന്തേവാസിയെ കണ്ടെത്തി. മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് മലപ്പുറം വേങ്ങര സഞ്ജിത് പാസ്വാൻ വധക്കേസ് പ്രതി പൂനം ദേവി രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. എങ്ങനെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞു? ഫിജി, ഇവരെ പ്രധാനമായും കണ്ടെത്തിയത് ഇവർ KSRTC ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു ആദ്യം പോയത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്നും ഇവർ മലപ്പുറം വേങ്ങരയിലേക്ക് ബസ് കയറി. ഈ ബസ് കയറുന്ന സമയത്ത് ഒരു ചുമട്ട് തൊഴിലാളി ഇവരെ കണ്ടു. ആ സമയത്ത് തന്നെ ഇവരെ കാണാതായ വിവരം പോലീസ് പുറത്ത് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടപ്പോൾ സംശയം തോന്നിയ ചുമട്ട് തൊഴിലാളി പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുന്ന കോഴിക്കോട് പോലീസ് ഇവരെ പിന്തുടരുകയായിരുന്നു. അവസാനം ഇവർ വേങ്ങരയിൽ ബസ് ഇറങ്ങുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത്. ഇവർ ഇന്ന് പുലർച്ചെ 12:15 കൂടിയാണ് കോഴിക്കോട് കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്ത് ചാടിയത്. ഈ പൂനം ദേവി എന്ന് പറയുന്നത് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെ ഒരു കൊലക്കേസ് പ്രതിയാണ്. അതായത് പൂനം ദേവിയും ഇവരുടെ കാമുകനായിട്ടുള്ള ബീഹാർ സ്വദേശി ജയപ്രകാശനും ചേർന്ന് പൂനം ദേവിയുടെ ഭർത്താവ് സഞ്ജിത് പാസ്വാനെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഈ കേസിനെ തുടർന്ന് പിന്നീട് ഇവരെ പരിശോധിച്ച സമയത്ത് ഇവർ കിടത്തി ചികിത്സിക്കേണ്ട മാനസിക രോഗിയാണെന്ന് കണ്ടെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇവരെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അവിടെ ഇവരെ ഇന്നലെ വൈകുന്നേരമാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഫോറൻസിക് വാർഡ് 5 RP റൂമിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത്. ഇതിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് ഒരു ശുചിമുറിയുണ്ട്. ആ ശുചിമുറിയുടെ വെന്റിലേറ്ററിന്റെ ഗ്രില്ല് ഒരു ഇഷ്ടിക കൊണ്ട് കുത്തിയിളക്കി വെന്റിലേറ്ററിന്റെ ഹോൾ വഴി ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഈ അന്തേവാസി രക്ഷപ്പെട്ടത് സഹതടവുകാർ അറിഞ്ഞുകൊണ്ടാണ് എന്ന് കോഴിക്കോട് ACP കൂടിയായിട്ട് മെഡിക്കൽ കോളേജ് ACP K സുദർശനൻ നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പൂനം ദേവിക്കായി നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് ഫിജി സൂചിപ്പിച്ചതുപോലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. ഇവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ആവർത്തിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കാണാൻ എന്ന് പറഞ്ഞാണ് ഈ അന്തേവാസി സഹതടവുകാരോട് പറഞ്ഞാണ് പുറത്തിറങ്ങിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. 1ാം നിലയിൽ നിന്നും വെന്റിലേറ്റർ തകർത്തതിനു ശേഷം മതിലിന്റെ കേബിളുകൾ പിടിച്ചാണ് ഇവർ പുറത്തു കടന്നത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇവരെ ബസ് ഇറങ്ങുന്ന സമയത്ത് മലപ്പുറം വേങ്ങരയിൽ നിന്നും കണ്ടുകിട്ടിയത്.